ഗുഡ് ഈവനിംഗ്. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കണ്ണൂർ ചെറുകുന്നിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 5 മരണം. കാറിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ മരിച്ചത് കാസർഗോഡ് സ്വദേശികളാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ആരൊക്കെയാണ് മരിച്ചതെന്നത് വിശദാംശങ്ങൾ ലഭ്യമാണോ? ക്രിസ്ത്യന, അതീവ ദാരുണമായ അപകടമാണ് കണ്ണൂർ ചെറുകുന്ന് പുന്നശ്ശേരി എന്ന സ്ഥലത്ത് ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി സ്വിഫ്റ്റ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തലശ്ശേരി രജിസ്ട്രേഷനുള്ള കാറാണ്. പക്ഷേ ഈ കാറിൽ യാത്ര ചെയ്തത് കാസർഗോഡ് സ്വദേശികളായ കുടുംബം ആണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണം ലഭ്യമാകാത്തത് കൊണ്ടാണ് അവരുടെ പേര് വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചത്. പക്ഷെ കാസർഗോഡ് സ്വദേശികളാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാണ് ഒരു കാര്യം. അതിൽ ഒരു കുട്ടിയടക്കം 5 പേരാണ് മരണത്തിന് കീഴടങ്ങിയത് എന്നത് വ്യക്തമായിട്ടുണ്ട്. ഈ അപകടത്തിന്റെ ആഘാതത്തിൽ ഈ കാർ പൂർണ്ണമായും തകർന്നു എന്നതാണ് അതിലെ ഒരു അപകടത്തിന്റെ ആഘാതം ഇത്രയധികം വർദ്ധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുട്ടിയുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. എല്ലാവരും കാസർഗോഡ് സ്വദേശികളാണെന്നാണ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ ഈ വാഹനത്തിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കാലിച്ചാനടുക്കം സ്വദേശികളാണ് എന്നതാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ ലോറി സ്വിഫ്റ്റ് കാറിനെ ഇടിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിന്നീട് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് 3 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. വളരെ വേഗത്തിൽ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ അവിടെ എത്തിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇവർ യാത്ര ശേഷം നമ്മുടെ ഈ ഘട്ടത്തിൽ അടക്കം അമിത വേഗതയിലായിരുന്നു. അതാണ് ഈ വാഹനം സ്വിഫ്റ്റ് കാറിനെ ഇടിക്കുന്നത്. പിന്നീട് 3 തവണ മറ്റോ മലക്കം മറിഞ്ഞു എന്നതാണ് നാട്ടുകാരിൽ നിന്നും സ്ഥലത്തേക്ക് ആദ്യത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. ാണ് വാഹനം പൂർണ്ണമായി തന്നെ തകർന്നത്. ആ സ്ഥലത്തെ മറ്റു വാഹനങ്ങളിലും എത്തിയവർ വളരെ വേഗത്തിൽ തന്നെ ഇവരെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു. 2 പേരെ ആ ശ്രമത്തിൽ പ്രാഥമികമായി തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ മറ്റു 3 പേരുടെ മൃതദേഹം വാഹനം വെട്ടിപ്പൊളിച്ച് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പുറത്തെടുത്തത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അതീവ ദുഃഖകരമായ അങ്ങേയറ്റം വലിയൊരു ദുരന്തമായി മാറുന്നു. ഒരു കുടുംബത്തിലെ 5 പേരുടെ ജീവനാണ് നഷ്ടമായത്. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്. UAE വടക്കുകിഴക്കൻ മേഖലയിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും. റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിലെ മലയോര മേഖലകളിലാണ് മഴ ശക്തം. ഷാർജയിലും അജ്മാനിലും നേരിയ തോതിൽ മഴ ലഭിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മിന്നൽ പ്രളയത്തിന് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലാകാൻ സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴ കനക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയിലെ സ്റ്റുഡന്റ് വിസ അപേക്ഷകൾക്ക് മുൻഗണന നൽകുമെന്ന് അമേരിക്ക. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കോൺസുലേറ്റുകൾക്ക് നിർദ്ദേശം നൽകിയെന്ന് US അംബാസിഡർ എറിക് ഗാർസെറ്റി അറിയിച്ചു. മറ്റ് വിസ വിഭാഗങ്ങൾക്കുള്ള കുറയ്ക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചെന്ന് ഇന്ത്യ സന്ദർശന വേളയിൽ നൽകിയ അഭിമുഖത്തിൽ US അംബാസിഡർ പറഞ്ഞു. ചരിത്രത്തിലാണ് ഒരു പ്രസിഡന്റ് വിസ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ അംബാസിഡറോട് ആവശ്യപ്പെടുന്നതെന്നും ഗാർസെറ്റി വ്യക്തമാക്കി. ടൂറിസ്റ്റ് വിസകൾക്കുള്ള കാത്തിരിപ്പ് കാലയളവ് 75% കുറച്ചെന്നും ശരാശരി കാത്തിരിപ്പ് സമയം 250 ദിവസത്തിൽ താഴെയായെന്നും US അംബാസിഡർ പറഞ്ഞു. റിയാദിൽ 2 ദിവസമായി നടന്ന ആഗോള സാമ്പത്തിക ഫോറം സമാപിച്ചു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നടത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ അൽ ഫർഹാൻ ആവശ്യപ്പെട്ടു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രത്യേക യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സമ്മർദ്ദങ്ങൾ എന്ന സെഷനിലാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഗസ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ശക്തമായി ആവർത്തിച്ചത്. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടത്തി ഗസ നിവാസികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുവാനുള്ള ആവശ്യത്തെ തങ്ങൾ പിന്തുണക്കുന്നു. ഇതോടൊപ്പം താൽക്കാലികമായുള്ള വെടിനിർത്തൽ എന്നതിനു പകരം മേഖലയിൽ ശാശ്വതമായ സമാധാനമാണ് ആവശ്യം.
ഫലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം ലഭിക്കുന്നതോടെ പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാരിസ്ഥിതിക വെല്ലുവിളികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ നഗരങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളിലെ വിദഗ്ധരുമായുള്ള കൂടുതൽ സംവാദത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടാണ് 2 ദിവസം നീണ്ടുനിന്ന ലോക സാമ്പത്തിക ഫോറത്തിന് സമാപനമായത്. നിരവധി അന്താരാഷ്ട്ര കരാറുകൾക്കും സംരംഭങ്ങൾക്കും ഫോറം വേദിയായി. ആഗോള ആരോഗ്യരംഗം പ്രോത്സാഹിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സൗദി ആരോഗ്യ മന്ത്രാലയവും ഗേറ്റ്സ് ഫൗണ്ടേഷനും തമ്മിലുള്ള കരാറും ആഗോളതലത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള മറ്റൊരു സംരംഭവുമാണ് ഇതിൽ പ്രധാനം. അതിനിടെ ഇന്ന് റിയാദിലെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ GCC രാജ്യങ്ങളുടെയും ഈജിപ്ത്, ജോർദാൻ രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഗസയിൽ സംഘർഷം കുറയ്ക്കുവാനും അവശ്യവസ്തുക്കൾ അടിയന്തരമായി എത്തിക്കുവാനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടതായും ബ്ലിങ്കൻ യോഗത്തിൽ അറിയിച്ചു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. പ്രോംപ്റ്റ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അമേരിക്കൻ മലയാളിയായ ജോൺ W. വർഗീസ് നിർമ്മിക്കുന്ന ഊത് എന്ന സിനിമയിലെ ഗാനങ്ങൾ പുറത്തിറക്കി. ഡാലസിൽ മാർത്തോമ ഈവന്റ് സെന്ററിൽ ഗായിക KS ചിത്രയും സംഗീത സംവിധായകൻ ശരത്തും ചേർന്നാണ് ഗാനങ്ങൾ പുറത്തിറക്കിയത്. ജോയിസ് തോന്നിയാമല രചിച്ച് നിനോയ് വർഗീസ് സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് KS ചിത്രയാണ്. മെയ് 5-ന് ഗാനം സരിഗമ പ്ലാറ്റ്ഫോമിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തും. ഷഫീഖ് ഉമറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ജിദ്ദയിൽ 2 ദിവസമായി നടന്ന IT സെവൻസ് ഫുട്ബോൾ ഫെസ്റ്റ് സമാപിച്ചു. ഫൈനലിൽ ബിഗ് വോൾട്ട് FCയെ ടൈ ബ്രേക്കറിൽ 5-4 പരാജയപ്പെടുത്തി സംസം മദീന FC ചാമ്പ്യന്മാരായി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞതിനാൽ വിജയികളെ ടൈ ബ്രേക്കറിലൂടെ കണ്ടെത്തുകയായിരുന്നു. ചാമ്പ്യന്മാർക്കുള്ള സമ്മാനത്തുക അനസ് പാടശ്ശേരിയും ചാമ്പ്യൻസ് ട്രോഫി നൌഫലും സമ്മാനിച്ചു. റണ്ണറപ്പ് ട്രോഫി ഇമ്രാൻ ഖാൻ സമ്മാനിച്ചു. നിസാം അമ്പാട്, നിസാം പാപ്പറ്റ, കബീർ കൊണ്ടോട്ടി, ഹിഫ്സു റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. റാഫി ഭീമാപ്പള്ളി, ഷഹദ ഷാഹുൽ ഹമീദ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ഹിഷാം അബ്ദുൾ അസീസിന്റെ ഗാനാലാപനവും ഉണ്ടായിരുന്നു. അബുദാബിയിലെ ആദ്യ CSI ദേവാലയം നാടിന് സമർപ്പിച്ചു. മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അബുദാബി കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലെ ഈ 4.5 ഏക്കറിൽ പുതിയ CSI ദേവാലയം ഉയരുമ്പോൾ സഹിഷ്ണുതയുടെ പുതിയ സന്ദേശം ഉറക്കെ പറയുകയാണ് ഈ രാജ്യം. സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും UAE മാതൃക തുടരുകയാണ്. അബുദാബി ദുബൈ പ്രധാന പാതയിലെ അബുമുറൈഖയിൽ ബാബ്സ് ഹിന്ദു മന്ദിറിന് നേരെ അഭിമുഖമായാണ് അബുദാബിയിലെ ആദ്യത്തെ CSI ദേവാലയം ഭക്തർക്കായി തുറന്നു നൽകിയത്. CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയോടെയാണ് ദേവാലയം നാടിന് സമർപ്പിച്ചത്. ഇടവക വികാരി റവറന്റ് ലാൽജി M. ഫിലിപ്പ് സഹകാർമ്മികനായി. ഇടവക മുൻ വികാരിമാരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. 2019 ഡിസംബർ 7-നായിരുന്നു ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. ആദ്യം പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ നാട്ടിലെ റൂളേഴ്സിനോട് നന്ദി പറയാനാണ്. കാരണം ഇതൊരു മുസ്ലിം രാജ്യമാണെങ്കിലും അങ്ങോട്ട് നോക്കിയാൽ ഹിന്ദു ടെമ്പിൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ക്രിസ്ത്യൻ ദേവാലയം. ഒരു മതസൗഹാർദ്ദത്തിന് ഈ നാടൊന്നു നേതൃത്വം നൽകുന്നു. ഇവിടുത്തെ റൂളേഴ്സ് അതിന് ഏറെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഇത് ഈ നാടിന് മാത്രമല്ല നമ്മുടെ രാജ്യങ്ങൾക്കെല്ലാം നൽകുന്നൊരു വലിയ മെസ്സേജാണ്. എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും എല്ലാ മതവിശ്വാസങ്ങളെയും വളരുവാൻ അനുവദിക്കണമെന്നുള്ളൊരു വലിയ സന്ദേശം ലോകത്തിന് നൽകുന്നതാണ് ഈ രാജ്യം. 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ അഷ്ടഭുജ മാതൃകയിലാണ് ഏകദേശം 900 പേർക്ക് ഒരേ സമയം ആരാധന നടത്താവുന്ന വിധം ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലടക്കം ഏറെ പുതുമകളാണ് ആരാധനാലയത്തിലുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ അറിയാം. ഗാർഡിയൻ ഏഞ്ചൽ തീം, ആ കൺസെപ്റ്റിലാണ് ഈ ദേവാലയം അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിനുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കരുതൽ, അതൊക്കെ ഈ ഗാർഡിയൻ ഏഞ്ചലിലുള്ള തീം നമ്മളോട് പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, 2 വിങ്സ് ഇങ്ങനെ ഉയർത്തി വെച്ച് സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന, കരുതൽ ഉറപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഈ ദേവാലയം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അകത്ത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ദേവാലയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എൻഡ്ലെസ് അല്ലെങ്കിൽ
അവസാനമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, കരുതലിനെ സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ, അതായത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ്, അതിലെ പ്രധാന സംഭവങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതും സന്ദർശിക്കുന്നവർക്ക് ഒരു പ്രധാന ദൃശ്യവിരുന്ന് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കും. ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രതീകമായി ബിഷപ്പും സ്വാമി ബ്രഹ്മവിഹാരിദാസും അബ്ദുല്ലാൽ തുനൈജി, അഹമ്മദ് അൽ മൻസൂരി എന്നിവരും ചേർന്ന് ദേവാലയ അങ്കണത്തിൽ ഒലീവ് തൈ നട്ടു. എല്ലാ മതങ്ങളെയും ആദരവോടെ സമീപിക്കുന്ന UAE ഭരണാധികാരികളുടെ വിശാല കാഴ്ചപ്പാടിന്റെ നിത്യസ്മാരകം കൂടിയാകും CSI ദേവാലയമെന്ന് നിസ്സംശയം പറയാം. അബുദാബിയിൽ നിന്നും അരുൺ പാറാട്ട്, 24. UAEയിൽ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം സംഘടിപ്പിച്ച പ്രവാസി മലയാളികൾ. തിരുവപ്പന ആഘോഷ സമിതി UAEയുടെ നേതൃത്വത്തിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് ചടങ്ങുകൾ നടന്നത്. UAEയുടെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർച്ചയായ 15ാം വർഷമാണ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം പ്രവാസ ലോകത്ത് സംഘടിപ്പിക്കുന്നത്. തിരുവപ്പന ആഘോഷ സമിതി UAEയുടെ നേതൃത്വത്തിൽ നാട്ടിലേതിന് സമാനമായി എല്ലാവിധ ആചാരങ്ങളും അതേപടി ഒരുക്കി ഭക്തിസാന്ദ്രമായാണ് ചടങ്ങുകൾ നടന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കോവിലിന് മുന്നിൽ മുത്തപ്പനും തിരുവപ്പനയും കെട്ടിയാടിയത് ഭക്തർക്ക് അനിർവചനീയ അനുഭവമായി. 15ാമത് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം ഇന്നലെ വൈകുന്നേരം മലയിറക്കത്തോടു കൂടിയിട്ടാണ് ആരംഭിച്ചത്. ഇന്നലെ രാത്രി മുത്തപ്പൻ വെള്ളാട്ടം, അതിനുശേഷം മുടിയഴിക്കൽ ചടങ്ങ്, രാത്രി 10 മണിക്ക് കളിക്കപ്പാട്ട്, കലശം വരവ്, ഇതൊക്കെ ഇതിൻ്റെ പരിപാടിയിലെ ചടങ്ങിൻ്റെ ഭാഗമാണ്. കാലത്ത് 6 മണിക്ക് മഹാഗണപതി ഹോമം, അതിനുശേഷം 7 മണിക്ക് മുത്തപ്പൻ തിരുവപ്പന. തിരുവപ്പനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലബാർ മേഖലകളിൽ മുത്തപ്പൻ്റെ 2 രൂപങ്ങളാണ്, തിരുവപ്പനയും വെള്ളാട്ടവും. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയുടെ വടക്കൻ ഭാഗത്ത്, അല്ല കണ്ണൂർ ജില്ല മാത്രമല്ല, കാസർഗോഡ് ആ ഭാഗങ്ങളിൽ ഒരു ജനകീയമായിട്ടുള്ള ഒരു ദൈവമാണ് മുത്തപ്പൻ. കണ്ണൂരിൽ നിന്ന് മുത്തപ്പൻ കെട്ടിയാടുന്നവരുൾപ്പെടെ 10 പേരെ എത്തിച്ചായിരുന്നു ചടങ്ങുകളെല്ലാം. കുട്ടികൾക്ക് ചോറൂണിനുള്ള സൗകര്യം, ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വളരെ നല്ല റെസ്പോൺസാണ് ഇതിന് വരുന്നത്. ഇത് അങ്ങനെ മലബാർ ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരികയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. മലകയറ്റത്തോടെയാണ് കർമ്മങ്ങൾക്ക് സമാപനമായത്. അരുൺ പാറാട്ട്, 24, ദുബായ്. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈത്ത് ഇന്ത്യൻ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമായി മെറിറ്റോറിയസ് അവാർഡ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സൈക്ക ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സ്കൂൾ പ്രിൻസിപ്പൽമാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, IBPC അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വർഷം 10-12 ക്ലാസുകളിൽ CBSE പരീക്ഷയിൽ 95% അതിനു മുകളിലും മാർക്ക് നേടിയ 134 വിദ്യാർത്ഥികളെ സിംസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. IBPC ഭാരവാഹികളായ ഗുർവീന്ദർ സിംഗ് ലാംബ, കൈസർ ഷാക്കീർ, KP സുരേഷ്, സുനിത് അറോറ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ ചെറുകുന്നത്തെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട പുതിയ വിവരം ലഭ്യമാണ്. മരിച്ചവരിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് കൃപാലയം ഗൈഡൻസ് ഹോസ്റ്റലിൽ പോയി വരും വഴിയാണ് ഈ അപകടം നടന്നത്. കാസർഗോഡ് ഭീമനടി സ്വദേശികളായ സുധാകരൻ 49 വയസ്സ്, പത്മകുമാർ 59 വയസ്സ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. മരിച്ചവരിൽ 9 വയസ്സുള്ള കുട്ടി ഉണ്ടെന്നുള്ള വിവരവും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, മരിച്ചവരിൽ 2 പേരെ തിരിച്ചറിയാനായി ഒരു കുട്ടിയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നത് വ്യക്തമായിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശികളാണ്. കാസർഗോഡ് ഭീമനടി കാലിച്ചാനടുക്കം സ്വദേശി KN പത്മകുമാർ, C സുധാകരൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഒപ്പം 9 വയസ്സുള്ള ഒരു കുട്ടിയും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുട്ടിയും എന്നിങ്ങനെയാണ് അപകടത്തിൽ മരിച്ചവർ. ഇവർ കോഴിക്കോട് കൃപാലയം, അതൊരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ
കുട്ടിയെ കണ്ട് തിരികെ മടങ്ങുകയായിരുന്നു. കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടെയാണ് കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ വെച്ച് ദേശീയപാത, കണ്ണപുരത്തിനടുത്ത് ദേശീയപാതയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറ് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഏതാണ്ട് അരമണിക്കൂറോളം പണിപ്പെട്ടാണ് വാഹനത്തിൽ കാറിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെടുത്തത്. അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. 5 പേരുടെയും മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വാഹനത്തിനകത്തുണ്ടായിരുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതാണ് മറ്റ് പേരുവിവരങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തി പേരുവിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരാനുള്ളത് കൊണ്ടാണ് ആ പേരുവിവരങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടാത്തത്. ക്രിസ്റ്റീന. സജ, അതുപോലെ തന്നെ അപകടത്തിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടോ? കൃഷ്ണ, പോലീസിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ലോറി അമിത വേഗതയിലായിരുന്നു. മറ്റൊന്നൊരു ചെറിയ പാത കൂടിയാണ്. ഒപ്പം ഈ ഡ്രൈവർ അടക്കം ഉറങ്ങിപ്പോയതാകാം എന്നൊരു പ്രാഥമികമായ നിഗമനം കൂടിയുണ്ട്. ഇക്കാര്യത്തിലടക്കം വിശദമായ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. പക്ഷേ ലോറി അമിത വേഗതയിലായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതും അപകടത്തിലേക്ക് നയിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായ നിഗമനം. ഒപ്പം വലിയ ഒരു ആഘാതമായിരുന്നു. കാരണം ഈ കാർ പൂർണ്ണമായും തകർന്നു. കാർ യാത്രികരെല്ലാം അതിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാരൊക്കെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഘട്ടത്തിൽ സാധ്യമായില്ല. പിന്നീട് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തി കാറിന്റെ ഒരു ഭാഗം തകർത്താണ് കാറിൽ കുടുങ്ങിയ കാർ യാത്രികരെ പുറത്തേക്ക് എടുത്തത്. അപ്പോഴേക്കും എല്ലാവരുടെയും ജീവൻ നഷ്ടമായിരുന്നു. അമിത വേഗതയും മറ്റുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമാണ്. ഒപ്പം മറ്റു കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുകയുമാണ്. ലോറി ഡ്രൈവറെയും അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാടിന് പിന്നാലെ തൃശൂരിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. അസാധാരണമായ ചൂട് രേഖപ്പെടുത്തുന്ന പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചൂടിനെയും കൂടുകയാണെങ്കിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24-നോട് പറഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകൾ സ്ഥിതിഗതികൾ വിലയിരുത്തി. പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. ഇരു ജില്ലകളിലും 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. ഒറ്റ ദിവസം കൊണ്ട് 5.5 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനയാണ് ഇരു ജില്ലകളിലും രേഖപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിലും അതിതീവ്രമായ ചൂട് തുടരാനാണ് സാധ്യത. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി ഈ താപതരംഗം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് കാര്യങ്ങളെ വളരെ കണിശതയോടുകൂടി സൂക്ഷ്മമായി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്തെ ITIകൾക്കും മെയ് 4 വരെ റെഗുലർ ക്ലാസുകൾക്ക് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും. അതേസമയം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട വേനൽമഴ ലഭിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. കണ്ണൂർ ചെറുകുന്നത്തെ വാഹനാപകടത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് സജോ ദേവസ്യ ചേരുകയാണ്. 2 പേരെ ഇപ്പോൾ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സജോ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളും ലഭ്യമാവുന്നുണ്ടല്ലോ. പറഞ്ഞത് അതിങ്ങനെ കാറ് 2 കറക്കം കറങ്ങി. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ തൊട്ടടുത്ത് ഫോൺ വിളിക്കാം. അങ്ങനെ ചാടി വന്നപ്പോഴാണ് കാണുന്നത്. ലോറി പരമാവധി അങ്ങോട്ടേക്ക് സൈഡ് അടുപ്പിച്ചിട്ട് ചവിട്ടി വലിഞ്ഞ് അങ്ങോട്ട് സൈഡ് അടുപ്പിച്ചതാണ് ഗ്യാസ് സിലിണ്ടർ വേണ്ടി. അന്നിപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ചാടി അടിച്ച് കയറിയതാണ്. വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നു. സജോ, ഇപ്പോൾ നമ്മൾക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാണ്. അതേപോലെ തന്നെ ദൃക്സാക്ഷികളായ ചിലരുടെ അവർ പറയുന്ന വിവരങ്ങളും ലഭ്യമാണല്ലോ. എന്താണ് അവർ പറയുന്നത്? ക്രിസ്റ്റീന, ഈ വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നു. കാർ ഉൾപ്പെടെ അമിത വേഗതയിലായിരുന്നു. ഒപ്പം കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൂടിയാകാം എന്നൊരു നിഗമനം കൂടിയുണ്ട്. അതാണ് വാഹനത്തിന്റെ ഒരു വരവും മറ്റും വെച്ച് ദൃക്സാക്ഷികൾ സംശയിക്കുന്ന ഒരു കാര്യം. ഒപ്പം ഇത് സാമാന്യം വലിപ്പമുള്ള വലിയൊരു ലോറിയാണ്. നല്ല വേഗതയിലുമാണ്. ഈ ഭാഗത്ത് വളരെ സ്ട്രെയിറ്റ്, ചെറിയ റോഡാണെങ്കിലും ദേശീയപാതയാണ്, ചെറിയ റോഡാണ്. പക്ഷേ ഒപ്പം ഒരു സ്ട്രെയിറ്റ് റോഡ് കൂടിയാണ്. സാധാരണ ഈ ഭാഗത്ത് കുറച്ചുകൂടി വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗമാണ്. ഒപ്പം ഈ ദൃക്സാക്ഷികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാർ വന്ന് ലോറിയുമായി ഇടിച്ചു. ഒപ്പം 2-3 തവണ വാഹനം മലക്കം മറിഞ്ഞു. അതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. ഒരാളെ വളരെ വേഗത്തിൽ
ഇതൊക്കെ കഴിഞ്ഞു. സജോ ദേവസ്യ തുടരുകയാണ്. സജോ, ഈ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ എന്ന വിവരം നമുക്ക് ലഭ്യമാണ്. ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ എപ്പോഴേക്ക് ലഭ്യമാകും? മൃതദേഹങ്ങൾ ഇപ്പോഴെവിടെയാണ്? ക്രിസ്റ്റിന, മൃതദേഹങ്ങളെല്ലാം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇവിടെ തന്നെ ആയിരിക്കും. അത് ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ആളുകളെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ട്. അപ്പം ഈ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം അവശേഷിക്കുന്നത്. എല്ലാവരും കാസർഗോഡ് സ്വദേശികളാണ്, ഭീമനടി, കാലിച്ചാലടുക്കം സ്വദേശികളാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഒരു അവ്യക്തത അവശേഷിക്കുന്നത് കൊണ്ടാണ് അക്കാര്യത്തിൽ ബന്ധുക്കളുടെ ഒരു സ്ഥിരീകരണം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ബാക്കി ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ ബന്ധുക്കളുമായി അവർ ആശയവിനിമയം നടത്തി. കണ്ണൂർ ചെറുകുന്നത്ത് വാഹനാപകടത്തിൽ 5 മരണം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. മരിച്ചത് കാസർഗോഡ് സ്വദേശികളാണ്. കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിലാണ് ഈ വാഹനാപകടമുണ്ടായത്. മരിച്ചത് കാർ യാത്രക്കാരായ കാസർഗോഡ് ഭീമനടി സ്വദേശികളാണ്. ഇതിൽ ഒരു കുട്ടിയുമുണ്ട്. 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുട്ടിയുമാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ഭീമനടി സ്വദേശികളായ സുധാകരൻ, പത്മകുമാർ എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപകടം കാറും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് ഉണ്ടായത്. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാർ പൂർണ്ണമായും തകർന്നു. ടാങ്കർ ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇപ്പോൾ ആശുപത്രിയിലാണ്, ഇപ്പോൾ പോലീസ് നിയന്ത്രണത്തിൽ തന്നെ ആശുപത്രിയിലാണ് ഡ്രൈവർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സജോ ദേവസ്യ തുടരുകയാണ്. സജോ, തുടരാം. ക്രിസ്റ്റീന, അപകടം ഉണ്ടാക്കിയ ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറിയാണ് കാണുന്നത്. നമുക്ക് ഈ ലോറിയുടെ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാകും. കാരണം ലോറിയുടെ ഒരു മുൻഭാഗവും തകർന്നിട്ടുണ്ട്. അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഈ അപകടത്തിൽ തകർന്ന കാർ ഇപ്പോൾ കണ്ണപുരം സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വലിയൊരു ദുരന്തം എന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബത്തിലെ 5 പേരുടെ ജീവനാണ് നഷ്ടമാകുന്നത്. അവർ കോഴിക്കോടുള്ള കൃപാലയം എന്ന ഹോസ്റ്റലിൽ കുടുംബാംഗമായ കുട്ടി പഠിക്കുന്നുണ്ട്. ആ കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടിയാണ് യാത്ര നടത്തിയത്. കോഴിക്കോട് നിന്ന് ഉള്ള കാസർഗോഡേക്ക് തിരികെയുള്ള യാത്രയായിരുന്നു. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള ദീർഘമായ യാത്രയുണ്ട്. ഇതിനിടെ ഡ്രൈവർക്ക് ഉറക്കത്തെ അടക്കം ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ഒരു നിഗമനമായി അവർ പങ്കുവയ്ക്കുന്ന ഒരു വിവരം. ഒപ്പം ഈ വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു സാമാന്യം വലിപ്പമുള്ള ലോറിയാണ്. സ്വിഫ്റ്റ് കാർ എന്നത് ആ നിലയ്ക്ക് അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ സംബന്ധിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം. ആ വാഹനം ഒപ്പം 2-3 തവണ മലക്കം മറിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ചേർന്ന് ഈ ലോറി തന്നെ നേരെ എതിർഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഒപ്പം സ്വിഫ്റ്റ് കാർ 2 തവണ മലക്കം മറിയുകയും ചെയ്തു. പിന്നീട് ഈ വാഹനത്തിൻ്റെ മുൻ സീറ്റിലുണ്ടായിരുന്ന ഒരാളെ മാത്രമാണ് നാട്ടുകാർക്ക് വേഗത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. മറ്റുള്ളവരെ കാർ വെട്ടിപ്പൊളിച്ചാണ്, അതായത് ഒരു അരമണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഒരു വലിയ ശ്രമകരമായ ദൗത്യം തന്നെ, ഒരു രക്ഷാപ്രവർത്തനം തന്നെ ആവശ്യമായി വന്നു. ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് പുറത്തേക്ക് എടുത്തത്. അതിനുശേഷം പക്ഷേ അപ്പോഴേക്കും എല്ലാവരുടെയും ജീവൻ നഷ്ടമായിരുന്നു. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആളുകളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഒപ്പം ഈ വാഹനത്തിൻ്റെ അതല്ലാതെ മരിച്ചത് ഈ സ്വിഫ്റ്റ് കാറിൻ്റെ ഡ്രൈവറാണ്. സ്വിഫ്റ്റ് കാർ ഇപ്പോൾ കണ്ണപുരം സ്റ്റേഷനിലേക്ക് ആ വാഹനം മാറ്റിയിട്ടുണ്ട്. ഈ ലോറി കൂടി അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഈ ഡ്രൈവറെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതൊരു കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ്. സംസ്ഥാന ഈ ഗ്യാസ് സിലിണ്ടറുകൾ അതാത് സെൻറ്ററുകളിലേക്ക്, ഏജൻസികളിലേക്ക് എത്തിക്കുന്ന ഒരു വാഹനമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. ഈ വാഹനത്തിൻ്റെ വലിപ്പം നമുക്കറിയാം. അത് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാണ്. അപ്പം വലിയ വേഗതയുണ്ടായിരുന്നു, അമിത വേഗതയുണ്ടായിരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ മരിച്ച ആളുകളുടെ കാര്യത്തിൽ ആദ്യം ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആ അവ്യക്തത ഏതായാലും നീങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് ഭീമനടി കാലിച്ചാനടുക്കം സ്വദേശിയായ പത്മകുമാർ, സുധാകരൻ എന്നിവരുടെ പേരുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പിന്നെയുള്ളത് വാഹനത്തിൻ്റെ ഡ്രൈവറും മറ്റൊരു സ്ത്രീയും ഒരു കുട്ടിയുമാണ്. അവരുടെ പേര് വിവരങ്ങളും പോലീസിന് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഹോസ്റ്റലിൽ നിന്ന് ആ വിവരം കൂടി മാത്രം പോലീസ് ഒന്നുകൂടി പരിശോധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, സങ്കടകരമായ ഒരു ദുരന്തമാണ് ദേശീയപാതയിൽ, കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ ഉണ്ടായത് എന്നതുകൂടി പറയണം. ഈ വാഹനം തന്നെയും, അതായത് ഒരു വലിയ ലോറിയാണ്,
അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഒരു ലോറി കൂടിയാണ്. ആ ലോറിയുടെ മുൻഭാഗവും ഏതാണ്ട് വലിയ തോതിൽ തന്നെ തകർന്നിട്ടുണ്ട്. കാർ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നു. 2 തവണ മലക്കം മറിഞ്ഞു എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ദൃക്സാക്ഷി അടക്കം നമ്മളോട് വിശദീകരിച്ച ഒരു കാര്യം. കാർ 2 തവണ മലക്കം മറിഞ്ഞു. പിന്നീട് ഈ നാട്ടുകാരെത്തി ആ വാഹനം കഴിയുന്നതുപോലെ ഉയർത്തി ഒരു ഭാഗത്ത് നിന്ന് ഒരാളെ മാത്രം പുറത്തെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് ഒരു തരത്തിലും അവർക്ക് കഴിയുമായിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി കട്ടർ ഉപയോഗിച്ചും മറ്റും കട്ട് ചെയ്താണ് പുറത്തേക്ക് എടുക്കാൻ പരിശ്രമിച്ചത്. അങ്ങനെയാണ് അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. അതിനുള്ളിലുള്ള യാത്രികരുടെയൊക്കെ ജീവൻ നഷ്ടമായിരുന്നു. 5 പേരുടെയും ജീവൻ ഈ വാഹനാപകടത്തിൽ റോഡിൽ നിരത്തിൽ പൊലിയുന്നു എന്ന സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്, ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടെയുള്ള, അതായത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുടുംബാംഗമായ കുട്ടിയെ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദീർഘദൂരം അവർ യാത്ര ചെയ്തത് എന്നതാണ് നമ്മൾ പോലീസിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കുന്നവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ ഇവർ ഈ ഉദ്ദേശത്തിലാണ് യാത്ര ചെയ്തിരുന്നത്. കാസർഗോഡ് നിന്ന് അവർ കോഴിക്കോടേക്ക് എത്തിയതാണ്, പുലർച്ചയോടുകൂടി എത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കുട്ടിയെ സന്ദർശിച്ചു. അതിനുശേഷം അവർ തിരികെ കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് മടങ്ങി പോവുകയായിരുന്നു. അതിനിടെയാണ് ദാരുണമായ ഈ അപകടം ഉണ്ടായത്. ക്രിസ്റ്റീന. സജോ, ഇപ്പോൾ രാത്രി ഏറെ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിനി ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ക്രിസ്റ്റീന, അവയെല്ലാം നാളത്തേക്കാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളെല്ലാം നാളെ 10 മണിയോടുകൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് കണ്ണപുരം പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായ പരിശോധനയും തെളിവെടുപ്പും പോലീസ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അപകടത്തിൽപ്പെട്ട കാർ ഇവിടെ നിന്ന് കണ്ണപുരം സമീപത്തെ കണ്ണപുരം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇനിയിപ്പോൾ മറ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ മാത്രമായിരിക്കും ചെയ്യുക എന്നതാണ് പോലീസൊക്കെ പറയുന്നത്. അപ്പോഴേക്കും അതിനുമൊക്കെ അപ്പുറത്ത് 5 പേരുടെ ജീവനാണ് നിരത്തിൽ പൊലിയുന്നത് എന്നതാണൊരു പ്രധാനപ്പെട്ട കാര്യം. ആ വാഹനം തന്നെ പൂർണ്ണമായും, ആ കാർ പൂർണ്ണമായും തകർന്ന് പോയി എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഏതെങ്കിലും നിലയ്ക്ക് നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെത്തിയവരും ഒക്കെ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പരിശ്രമിച്ചു. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് ഒരാളെ ഒഴിച്ച് ബാക്കി 4 പേരെയും ഏതെങ്കിലും നിലയ്ക്ക് പുറത്തേക്ക് എടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. പിന്നീട് അതൊരു വിദഗ്ധ സഹായത്തോടു കൂടി, അതായത് ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി കട്ട് ചെയ്ത് മാത്രമേ പുറത്തേക്ക് എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിന് വളരെയേറെ സമയമെടുത്തു. ഏതാണ്ട് 1/4 മണിക്കൂർ സമയമെടുത്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ വാഹനം തന്നെ നമുക്ക് കണ്ടാലറിയാം. ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ വലിയ തോതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ആ അപകടത്തിൻ്റെയൊക്കെ ആഘാതം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയ സാഹചര്യം നമുക്ക് വ്യക്തമാകും. ആ ഭാഗം തന്നെ തകർന്നിട്ടുണ്ട്. നേരെ നിർഭാഗത്തേക്ക് പോയാൽ ഈ തകർന്ന കാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഈ വാഹനത്തിൻ്റെ തകർന്ന ഭാഗങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. മിക്കവാറും കുറേയധികം ഭാഗങ്ങൾ തകർന്നുപോയി. പിന്നീട് പോലീസ് അത് മറ്റൊരു വാഹനം ഉപയോഗിച്ച്, സാധാരണഗതിയിൽ നീക്കുന്നൊരു വാഹനം ഉപയോഗിച്ച് ഇവിടെ നിന്ന് നീക്കുകയാണ് ചെയ്തത്. ആ വാഹനം ഉയർത്താൻ ഉൾപ്പെടെ വലിയ തോതിൽ പണിപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ കണ്ണപുരം സ്റ്റേഷനിലേക്ക് ആ വാഹനം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു കുട്ടിയടക്കം 5 പേരുടെ ജീവൻ നഷ്ടമാകുന്നു. അമിത വേഗതയുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നൊരു നിഗമനമുണ്ട് പോലീസ്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും ഡ്രൈവർ ഉറങ്ങിപ്പോയതും അമിത വേഗതയും ഒക്കെ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. രാത്രിയാണ്, വാഹനങ്ങൾ നിരത്തിൽ കുറവാണ് എന്ന കാര്യമുണ്ട്. അത്തരം ഘടകങ്ങൾ. ഒപ്പം ഈ ഭാഗത്ത് നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ഒപ്പം പക്ഷേ ഇവിടെ സമീപത്ത് പമ്പ് ഉൾപ്പെടെയുണ്ട്. CCTV ദൃശ്യങ്ങൾ, പോലീസിന് വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. കാരണം ഈ ഭാഗത്തുള്ള CCTVയിൽ ഒരുപക്ഷെ ക്യാമറയുടെ ആംഗിളിലേക്ക് ആ ദൃശ്യങ്ങൾ വന്നിട്ടില്ല. അതായത് അപകടത്തിൻ്റെ കുറേ കൂടി വ്യക്തത ലഭിക്കുമായിരുന്നു. അത് പക്ഷേ പോലീസ് പരിശോധിച്ചു. അങ്ങനെ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതാണ് പറയുന്നത്. ഈ വാഹനം ഈ സിലിണ്ടർ കയറ്റിയ ലോറിയും വലിയൊരു ലോറിയാണ്. കാരണം ആ അപകടത്തിൻ്റെ ഒരു ആഘാതം വർദ്ധിപ്പിക്കുന്നതിന് വലിയൊരു ലോറിയാണ് എന്ന ഘടകം കൂടി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയണം. എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായ കാര്യം, 5 മനുഷ്യജീവനുകൾ നിരത്തിൽ ഈ അപകടത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്നതാണ് അതീവ സങ്കടകരമായ കാര്യം. കൃഷ്ണ. സജോ, ഈ ലോറി ഡ്രൈവറുടെ പരുക്ക് നിസ്സാരമാണെന്ന് പറഞ്ഞല്ലോ. ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ ഉള്ളത്? കർണാടക രജിസ്ട്രേഷനുള്ള വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഓടിച്ച വ്യക്തി മലയാളിയാകാനുള്ളൊരു സാധ്യത കുറവല്ലേ?
ക്രിസ്റ്റീന ഇദ്ദേഹം മലയാളിയല്ല എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പോലീസിന് പ്രാഥമികമായി നൽകിയ മൊഴി ഈ കാർ അമിത വേഗതയിലായിരുന്നു, പിന്നീട് താൻ വെട്ടിച്ച് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് വാഹനം ഈ ലോറി നേരെ എതിർഭാഗത്തേക്ക് വന്നത്. കാർ അമിത വേഗതയിലായിരുന്നു, കാറിൽ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി വെട്ടിച്ച് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ വാഹനവും സ്വാഭാവികമായും ഒരു വേഗതയുണ്ടാകും, ആ വേഗതയിൽ എതിർഭാഗത്തേക്ക് വാഹനം പോവുകയാണ് ചെയ്തതെന്നാണ് ഈ ഡ്രൈവർ പോലീസിന് പ്രാഥമികമായി നൽകിയ മൊഴി. അതായത് ലോറിയുടെ ഡ്രൈവർ നൽകിയ മൊഴി കാർ അമിത വേഗതയിലായിരുന്നു, താൻ ഈ അപകടം ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന മൊഴിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പക്ഷേ മറ്റു പരിശോധനകളിലേക്ക്, അതായത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, അവരുടെ കൂടി പരിശോധനകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ശരി, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരു ദൃക്സാക്ഷി പറയുന്നതെന്ന് കൂടി കേൾക്കാം. ഞാൻ വരുമ്പോൾ ഓൾറെഡി വണ്ടി മുട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടി മുട്ടിയിട്ടുണ്ടായത് 2-3 ആൾക്കാർ പിന്നെ ആകെ മൊത്തം പേടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലല്ലേ ഇത് കണ്ടിട്ട് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവറെ സൈഡിൽ അടുത്തിരുന്ന ആളെ അന്നേരം തന്നെ എടുക്കാൻ പറ്റി. ഈ ലോറിനെ കുറച്ച് പുറകോട്ട് എടുത്തിട്ട് എടുക്കാൻ പറ്റിയിന്. അപ്പോൾ ഇത് വേറൊരു വണ്ടിക്കാരെ ലൈവ് കണ്ടവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ പുറകിൽ ഒരു ലോറി മുട്ടിയിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. അതിങ്ങനെ കാറ് 2 കറക്കം കറങ്ങി. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്, ഞാൻ തൊട്ടടുത്ത് ഫോൺ വിളിക്കാം, അങ്ങനെ ചാടി വന്നപ്പോഴാണ് കാണുന്നത്. 5 ആളും ഏകദേശം അന്നേരം തന്നെ ഒരു വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഡ്രൈവർ നല്ല പരിക്കില്ല, ഡ്രൈവറെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പുറകിൽ. എല്ലാവരും അതന്നെ സംഭവം, ആരും ഒരു ഇതുണ്ടായിട്ടില്ല, വല്ല പോയ പോലെ തന്നെ ഉണ്ടായത്. അവർ പരമാവധി ശ്രമിച്ചിരുന്നു എല്ലാവരും, പക്ഷേ കിട്ടിയിട്ടില്ല, വലിച്ചിട്ട് കിട്ടിയിട്ടില്ല. മൊത്തം ലോറീൻ്റെ അടിയിലേക്ക് പോയി. ഈ ലോറീനെ പുറകോട്ട് എടുത്തിട്ടാണ് ഫസ്റ്റിൽ ഒരാളെ കിട്ടിയത്, ഫ്രണ്ടിലിരുന്ന ഒരാളെ കിട്ടിയത്. അതാ. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. സജോ, ഈ മരിച്ചവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു, ബന്ധുക്കൾ വന്ന് തിരിച്ചറിയുക എന്ന അതുകൂടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആളുകളുടെ വ്യക്തമാവുക, അല്ലെങ്കിൽ ആളുകളെ ഈ മരിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിക്കുക എന്നതാണ് പ്രധാനമായും ഉള്ളത്. അക്കാര്യത്തിൽ ഇതുവരെ ഫോണിൽ നടത്തിയ ആശയവിനിമയത്തിലൂടെ തന്നെ മരിച്ചവരെക്കുറിച്ചുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ തന്നെ പോലീസിന് ഈ വാഹനത്തിൽ നിന്ന് ലഭ്യമായ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഏറെക്കുറെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അതായത് ഈ നേരത്തെ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞത് ലോറിയും സാമാന്യം മികച്ച വേഗതയിലായിരുന്നു, ആ ഭാഗത്തു നിന്ന് നല്ല വേഗതയിൽ വരികയായിരുന്നു. കാർ എതിർഭാഗത്തു നിന്ന്, അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിൽ ഡ്രൈവർ നൽകിയ മൊഴി, അതായത് ലോറിയുടെ ഡ്രൈവർ നൽകിയ മൊഴിയാണ്. അത് പൂർണ്ണമായും മോട്ടോർ വാഹന വകുപ്പും പോലീസും ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എന്നറിയില്ല. എതിർ ട്രാക്കിലേക്ക് വന്നു, അമിത വേഗതയിലായിരുന്നു, വെട്ടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന മൊഴിയാണ്. അദ്ദേഹം ഇതര സംസ്ഥാനക്കാരനാണ്, മലയാളിയല്ല. ഈ വിവിധ ഏജൻസികളിലേക്ക് ഗ്യാസ് സിലിണ്ടർ നൽകുന്ന ഒരു വാഹനമാണ്. വലിയ തോതിൽ ഈ വാഹനം കരണം മറിഞ്ഞു. ഒപ്പം ഈ സ്വിഫ്റ്റ് കാർ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു. ആ വാഹനം ഇപ്പോൾ ഇവിടെയില്ല, അത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ആ വാഹനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു. അതിൽ ആളുകൾ തന്നെ, നേരത്തെ നമ്മളോട് സംസാരിച്ച ദൃക്സാക്ഷി അടക്കം പറഞ്ഞത്, ആളുകളെ പുറത്തെടുക്കുക പോലും വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു. അവർ കഴിയുന്ന ഒരാളെ പുറത്തെടുത്തു, പക്ഷേ അപ്പോഴേക്കും ഏറെക്കുറെ ജീവൻ നഷ്ടമായിരുന്നു. മറ്റുള്ളവരെ പിന്നീട് വളരെ പണിപ്പെട്ടാണ് അവരെ പുറത്തേക്ക്, മറ്റുള്ളവരെ കൂടി, അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരെ കൂടി പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് എന്നൊരു കാര്യം അവർ ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ നേരെ എതിർഭാഗത്തൊരു പമ്പാണ്, അവിടെയുള്ള നേരത്തെ ഈ അപകട സമയത്ത് കണ്ട ഒരു സാക്ഷി ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, കണ്ടായിരുന്നു? നമ്മൾ ഇവിടെ ഡീസലിൽ ഇവിടെ ഇരിക്കുമ്പോൾ സ്കിഡിൻ്റെ ഒച്ച കേട്ടിട്ട് അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ ലോറിയും കാറും ഇങ്ങനെ സൈഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാറ് ലോറീൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് ലോറിക്ക് മുട്ടിയോ, പക്ഷെ അപ്പോൾ ലോറി അന്നേരത്തേക്ക് ബ്രേക്ക് ഇട്ടിന്. പക്ഷെ പിന്നെ അത് സ്കിഡായിട്ട് ഓപ്പോസിറ്റ് നിന്ന് വരുന്ന ലോറിക്ക് കയറുക. കാറ് ഇങ്ങനെ സ്കിഡായി 360 ആയിന്, ഒരു ഫുള്ള് കറങ്ങിയിട്ട് അങ്ങോട്ട് പോയി മറ്റേ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ലോറിക്ക് അടിക്കുക.
ലോറി ഏകദേശം അവിടുന്ന് ബ്രേക്ക് ഇട്ടിന്, പക്ഷെ കിട്ടിയിട്ടില്ല. ആള് സൈഡാക്കാൻ നോക്കിന്, പക്ഷെ കാർ അങ്ങോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അല്ല, മുട്ടിയ പോലെ ഉണ്ടായിരുന്നു ആ ലോറിക്ക് ഫ്രണ്ട് ഭാഗത്ത് മുട്ടിയിട്ട് അത് തിരിയുന്നു. ആ, വേറെ അപ്പുറം ഒരു ലോറി നിൽക്കുന്നില്ലേ, ആ ലോറീൻ്റെ ഫ്രണ്ട് സൈഡിലാണ് മുട്ടിയത്. ഈ രണ്ട് കാറും ഒരു ലോറി ഇതിലൂട്ട് നേരെ പോകുന്നത്. ആ ലോറീന് സൈഡ് മുട്ടിയിട്ട് തിരിഞ്ഞപ്പുറത്തെ ലൈന് കയറുക. വണ്ടി പോയി. ഫ്രെയിം മേത്ത് മടങ്ങി കയറി, പിന്നെ ഒന്നും പറ്റിയില്ല. നമ്മളന്നേരം കുറേ ആളുണ്ടായിരുന്നു, പിന്നെ ആ ഫ്രെയിം വരുന്നില്ല. ഡോറും ഫ്രെയിമും എല്ലാം മടങ്ങിപ്പോയി. ഫയർഫോഴ്സ് ഒന്ന് ഫ്രെയിമെല്ലാം മുറിച്ചെടുത്തിട്ടാണ് എടുത്തത്. അദ്ദേഹം ഒരു ദൃക്സാക്ഷിയാണ്. അദ്ദേഹം ഈ പമ്പിൽ ഈ നേരെ എതിർഭാഗത്ത് ഒരു പമ്പാണ്, അദ്ദേഹമാണ് അത് സംബന്ധിച്ച് വിശദാംശം പങ്കുവച്ചത്. അതായത് ഈ കാർ മറ്റൊരു വാഹനത്തിൽ തട്ടി എതിർഭാഗത്തേക്ക് വട്ടം കറങ്ങുകയാണ് ചെയ്തത്. നേരെ എതിർഭാഗത്തെ ട്രാക്കിൽ വന്ന ലോറി നേരെ ഇടിച്ചു കയറുകയായിരുന്നു. അതാണ് ഈ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്നാണ് അതിൻ്റെ ഏറെക്കുറെ ഒരു ചിത്രം ദൃക്സാക്ഷി പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാർ ഡ്രൈവർക്ക് കൂടി ഒരു പക്ഷേ ഉറങ്ങിപ്പോയതായിരിക്കും. വളരെ ലോങ് ട്രിപ്പാണ് അവർ നടത്തിയത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമൊക്കെ ഇത്രയധികം കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പടക്കം ഇവിടെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവരും മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ വന്ന് എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള പരിശോധനകൾ നടത്തി അവർ മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ദൃക്സാക്ഷി പറഞ്ഞത് പ്രകാരം മറ്റൊരു വാഹനത്തിൽ തട്ടി, അതായത് പിൻഭാഗത്ത് തട്ടി ഈ വാഹനം വട്ടം കറങ്ങി ആ ഭാഗത്ത് നേരെയുള്ള ട്രാക്കിൽ കൂടെ പോവുകയായിരുന്ന ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഈ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപ്പോഴേക്കും അത് വലിയ വട്ടം കറങ്ങുന്ന നിലയിലേക്ക് വന്നു. അതായത് വലിയ തോതിലുള്ള അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണമാണ് ദൃക്സാക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായത്. അതിൽ നിന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമാണ്. പിന്നീട് അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഏതെങ്കിലും നിലയ്ക്ക് പുറത്തേക്ക് എടുക്കുക പ്രായോഗികമായിരുന്നില്ല. ഡോർ പൂർണ്ണമായും അകത്തേക്ക് വളഞ്ഞു കയറി ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ആളുകളെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കുക എന്നത് പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ചധികം സമയം ഇക്കാര്യത്തിലെടുത്തു. ഈ പേര് വിവരങ്ങൾ പൂർണ്ണമായും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് പത്മകുമാർ, സുധാകരൻ, കൃഷ്ണൻ, അജിത, ആകാശ്. 9 വയസ്സുകാരനായ ആകാശ്, 35-കാരിയായ അജിത, 65-കാരനായ കൃഷ്ണൻ, 52-കാരനായ സുധാകരൻ, ഒപ്പം 59-കാരനായ പത്മകുമാർ എന്നിങ്ങനെ 5 പേരുടെയും പേര് വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് നൽകിയിട്ടുണ്ട്. കൃഷ്ണൻ്റെ മകൾ അജിത, അജിതയുടെ ഭർത്താവ് സുധാകരൻ, അജിതയുടെ സഹോദരൻ്റെ മകൻ ആകാശ് എന്നിങ്ങനെയാണ് പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 5 പേരുടെയും പേര് വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പത്മകുമാർ, സുധാകരൻ, കൃഷ്ണൻ, അജിത, ആകാശ് എന്നിവരാണ്. കൃഷ്ണൻ്റെ മകളാണ് അജിത, അജിതയുടെ ഭർത്താവാണ് സുധാകരൻ, അജിതയുടെ സഹോദരൻ്റെ മകനാണ് മരിച്ച ആകാശ് എന്നിങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. 5 പേരുടെ ജീവൻ നഷ്ടമാകുന്നു നിരത്തിൽ എന്നതാണ് അതീവ സങ്കടകരമായ കാര്യം. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സജോ ദേവസ്യ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.